എല്ലാവർക്കും നമസ്കാരം. കോണ്ടന്റ് ഡയലോഗ്സിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷൈജു പി, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റി ക്യുസാറ്റിലെ സാമൂഹ്യശാസ്ത്ര കേന്ദ്രത്തിലെ ഡയറക്ടറാണ്. സാറിനോട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു. നമ്മുടെ ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ കുറേയധികം ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് കുട്ടികളിലേക്ക് എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? അതിൻ്റെ ഒരു നിർവചനാത്മകമായി മാത്രമാണോ കുട്ടികളെ അത് പഠിപ്പിച്ചു വരുന്നത്? അത്തരം കാര്യങ്ങൾ സാറിൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താമോ? നമ്മുടെ നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആശയങ്ങൾ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പൊതുവെ ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കുന്ന സമീപന രീതിയിൽ മാറ്റങ്ങൾ കുറേ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഒരു പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കെമിസ്ട്രിയുടെ പാഠ്യപദ്ധതികളിൽ പലപ്പോഴും നമ്മൾ കാര്യകാരണ സഹിതം ആയിരിക്കില്ല പല ആശയങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഒരു തിയറി നേരിട്ട് കുട്ടികളിലേക്ക് കൊടുക്കുകയും പിന്നീട് അത് വെച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു നിഗമനാത്മകമായ രീതിയിൽ, ഒരു ഡിഡക്റ്റീവ് മെത്തേഡിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആശയങ്ങളൊക്കെ പറയുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു സ്ഥലത്ത് അവരോട് പറയുന്നുണ്ട് ആറ്റത്തെ നമുക്ക് കാണാൻ കഴിയില്ല, ഇൻവിസിബിൾ ആൻഡ് ഇൻഡിവിസിബിൾ എന്നാണ്, നമുക്ക് വിഭജിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ കുട്ടികളോട് ഒരു ഭാഗത്ത് പറയും. പിന്നീട് നമ്മൾ ഉടൻ തന്നെ അവരോട് ആറ്റത്തിനകത്തുള്ള ഷെല്ലുകളെ പറ്റിയും ഉപഷെല്ലുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ നിന്ന് വരേണ്ട ഒരു ചോദ്യം, കാണാൻ കഴിയാത്ത ആറ്റത്തെപ്പറ്റി നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം വരേണ്ടതാണ്. ഒരുപക്ഷെ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മളെ ഒരു പാഠ്യപദ്ധതിയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മളതിന് കാര്യകാരണ സഹിതം നമ്മൾ പലപ്പോഴും ഇതിനകത്ത് സമീപന രീതി പോകുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയിൽ അത്തരം ഒരു സമീപനം തീർച്ചയായിട്ടും വരണം. പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ അത്തരം ആശയങ്ങൾ വരുമ്പോൾ അത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിലും, അതുപോലെ തന്നെ ഈ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോക പരിസരം കൂടി അതിനുണ്ട് എന്നുള്ള കാര്യം കൂടി കുട്ടികൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആറ്റത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഉദാഹരണം എടുത്താൽ, ആറ്റത്തെപ്പറ്റി നമ്മൾ 1800കളുടെ ആദ്യഘട്ടത്തിൽ ഡാൾട്ടൺ ആറ്റമിക് തിയറി കൊണ്ടുവരുമ്പോൾ അതിനൊരു പരിസരമുണ്ട്. ശരിക്കും അതിനു മുമ്പുണ്ടായിരുന്ന ധാരാളം ആളുകളുടെ വിവിധ പരീക്ഷണങ്ങൾ, നമ്മൾ ഇപ്പോൾ +1 ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തിയറികൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലാവോസിയെ, പ്രൗട്ട്, ഇങ്ങനെയുള്ള കുറേ ആളുകൾ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഗേലുസാക്കിൻ്റെ സംയോജന വ്യാപ്ത നിയമം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു പരിസരത്തിൽ നിന്നാണ് പിന്നീട് ആറ്റമിക് തിയറി ശാസ്ത്രീയമായ രീതിയിലേക്ക് ഉണ്ടാവുന്നത്. അത് പറയാതിരിക്കുമ്പോൾ പലപ്പോഴും ഒരു കുഴപ്പം എന്താ വെച്ചാൽ, അതിനു മുമ്പുണ്ടായിരുന്ന വളരെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലുള്ള പരമാണു സിദ്ധാന്തം പോലുള്ള കാര്യങ്ങളായിരുന്നാലും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഡെമോക്രറ്റിസിൻ്റെ ഒക്കെ നമ്മൾ ഉദ്ധരിക്കാറുണ്ട് ആദ്യകാലത്ത് ആറ്റം എന്നുള്ള തിയറി അവിടെ നിന്ന് വന്നതാണെന്ന്. അപ്പോൾ അവിടെയൊന്നും ഇതുപോലെ ശാസ്ത്രീയമായ ഒരു അടിത്തറയുടെയോ നിരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ ആശയത്തിലെത്തിയത്. ഡാൾട്ടൺ ഒരു സുപ്രഭാതത്തിലോ ഇരുന്നിട്ട് ചിന്തിച്ചുകൊണ്ട് ആറ്റം തിയറി എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നതല്ല, മറിച്ച് ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഭാഗമായി അന്ന് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു തുടർച്ചയെന്നോണാണ് ഡാൾട്ടൺ ഈ തിയറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റയ്ക്ക് അല്ല ഈ മേഖലയിലൊന്നും പ്രവർത്തിക്കുന്നുള്ളതും, ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വലിയൊരളവോളം പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ടെത്തലുകൾ നടക്കുന്നുള്ളതും കുട്ടികൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന രീതിയിലായിരിക്കണം പിന്നീട് നമ്മളുടെ മുന്നോട്ടുള്ള പാഠ്യപദ്ധതി പോകേണ്ടത്. നമുക്കറിയാം അതെങ്ങനെയാണെന്നുള്ളത്. കാരണം സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയുടെ വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആറ്റത്തെപ്പറ്റി പിന്നീട് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ചരിത്രം എടുത്താൽ നമുക്ക് പ്രധാനമായിട്ട് അതിൽ പറയാൻ പറ്റുന്നത് 2 വ്യക്തികൾ, ബുൻസണും അതുപോലെ തന്നെ കിർച്ചോഫുമാണ്. അപ്പം റോബർട്ട് ബുൻസൺ, അദ്ദേഹം ചില രസകരമായ കഥകളൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ബുൻസൺ ബർണർ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്കൊക്കെ അത് പരിചയം ഉണ്ടാവും. +1 +2 ക്ലാസ്സിലൊക്കെ കുട്ടികൾ പരീക്ഷണശാലകളിലൊക്കെ പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന ബർണർ ബുൻസൺ കണ്ടെത്തിയതാണ്. ബുൻസൺ ആദ്യകാലത്ത് ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളല്ല നടത്തിയത്. അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടത്തിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആഴ്സനിക്കിൻ്റെ പല സംയുക്തങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പഠനം നടത്തി. ഇപ്പോൾ കോക്കഡൈൽ എന്ന് പറയുന്ന ഒരു കോക്കഡൈൽ സയനൈഡൊക്കെ പോലുള്ള ഒട്ടനവധി അതുപോലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന
ഒരു വിഭാഗം സംയുക്തത്തെ പറ്റി അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഫോടനം നടന്നു. ഈ ആഴ്സനിക് അറിയാലോ, ഇല്ല, നമ്മൾ പാഷാണെന്ന് മലയാളത്തിൽ പറയുന്ന വിഷമാണ്, സ്ലോ പോയിസൺ ആണ്, മെല്ലെ മെല്ലെ നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അപ്പോൾ ഈ വസ്തു ചൂടാക്കി ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് നടത്തിയത്. അന്ന് ഇന്നത്തെ പോലുള്ള ലാബ് സേഫ്റ്റിയെ പറ്റിയുള്ള ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണത്തിന് വക്കിൽ വരെ പോയിട്ടുണ്ട് ഈ പരീക്ഷണം നടത്തിയ സമയത്ത്. ഒരു പൊട്ടിത്തെറി നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടമായി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ നിലവിലുള്ള ആ ഒരു മേഖല ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്. അങ്ങനെ മാറ്റിപ്പിടിച്ചത് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ കുറച്ചുകൂടി വികസിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അന്ന് വളരെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സംഭാവന നൽകിയിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ കിർച്ചഫാണ്. അപ്പോൾ കിർച്ചഫിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒട്ടനവധി മേഖലകളിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ കിർച്ചഫും ബുൻസനും പ്രധാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ ഈ മൂലകങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ലൈറ്റുമായിട്ട് പ്രകാശമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സ്പെക്ട്രവും പുറപ്പെടുവിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി തുടങ്ങുന്നത് ഇപ്പോൾ ന്യൂട്ടൻ്റെ ഒക്കെ സമയം മുതൽ സ്പെക്ട്രോസ്കോപ്പി തുടങ്ങുന്നത് നമുക്കറിയാം. പ്രകാശത്തെ വിവിധ രീതിയിലുള്ള വർണ്ണരാജികളായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളത് പ്രിസം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ വർണ്ണരാജിയെ പറ്റിയുള്ള ഈ ഒരു പഠനം, ഈ രീതിയിലുള്ളൊരു പഠനം മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് നോക്കിയ സമയത്താണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, മൂലകങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുള്ള വർണ്ണരാജി ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ഇതിനു മുമ്പ് ഈ രീതിയിലേക്ക് ഈ ശാസ്ത്രശാഖ വളരുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്ന ഒരു വ്യക്തി ഞാൻ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്. അത് ഫ്രൈൻഹോഫറാണ്. ഫ്രൈൻഹോഫർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥ കുട്ടികളൊക്കെ ഈ കഥകളിലൂടെ കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ലാസ്സുകളൊക്കെ കൂടുതൽ രസകരമാവും. അപ്പോൾ ഫ്രൈൻഹോഫറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ചതാണ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ അനാഥനായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ അദ്ദേഹം ജോലിക്കാരനായിട്ട് ജോലി ചെയ്തു. അപ്രൻറ്റീസായിട്ട് 11-ാം വയസ്സിൽ അദ്ദേഹം ജോലിക്കാരനായിട്ട് ചേർന്നു. ആ ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ വലിയൊരു അപകടം ഉണ്ടായി. അപ്പോൾ ആ അപകടത്തിനകത്ത് അദ്ദേഹത്തെ രക്ഷിക്കുന്നത് അവിടെയുള്ള രാജകുമാരനാണ്. അപ്പോൾ ആ രാജകുമാരൻ അദ്ദേഹത്തെ രക്ഷിക്കുന്നു. ഇത് ജർമ്മനിയിലാണ്, ബവേറിയയിലുള്ള രാജകുമാരൻ അദ്ദേഹത്തെ രക്ഷിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ രാജകുമാരനാണ് പിന്നീട് സഹായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കുകയും അതിനുശേഷം അദ്ദേഹം തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള ലെൻസുകളും പ്രിസങ്ങളും അതുപോലുള്ള ഉപകരണങ്ങളും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഉപകരണങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തുന്നത്. സൂര്യപ്രകാശത്തിൽ അദ്ദേഹം ഈ വർണ്ണരാജി പരിശോധിച്ച സമയത്ത് ഏകദേശം 570ഓളം വ്യത്യസ്തമായ ലൈനുകൾ അദ്ദേഹം കണ്ടു, വർണ്ണരാജികൾ ഇങ്ങനെ അദ്ദേഹം കണ്ടു. അപ്പോൾ അത് കണ്ട സമയത്ത് അതിനെപ്പറ്റി അന്ന് എന്താണ് കാരണമെന്നും അറിയില്ല. പക്ഷേ ഈ വർണ്ണരാജികൾ അദ്ദേഹം കാണുകയും ഈ കാര്യം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് സൂര്യൻ്റെ മുഴുവൻ വർണ്ണരാജിയും സ്പെക്ട്രയും അദ്ദേഹമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ആണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ആളുകളും ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ വളരെയധികം മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ മൂലകങ്ങൾക്കെല്ലാം ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വർണ്ണരാജി ഉണ്ട്, സ്പെക്ട്ര ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുകൾ പിന്നീട് വരുന്നു. ഈ കിർച്ചഫും ബുൻസനൊക്കെ അതിനകത്ത് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയതാണ്. അങ്ങനെ അവർ ഈ ഗവേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ സ്പെക്ട്രോസ്കോപ്പി വളരെയധികം വളർന്നു. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൂര്യനെ മാത്രമല്ല മറ്റ് നക്ഷത്രങ്ങളെയും അതുപോലൊക്കെ തന്നെ സ്പെക്ട്രം പരിശോധിച്ചുകൊണ്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവാം, അവിടെ എന്തെന്ന മൂലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പിയാണ് ആറ്റങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യത്തെ നമ്മൾ ഈ പറയുന്ന സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ടാണ് പഠിച്ചത്. പക്ഷേ ഈ സ്പെക്ട്രം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ദൃശ്യപ്രകാശത്തെ പറ്റിയുള്ള പഠനം പിന്നീട് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പ്രകാശത്തിനകത്ത് നമ്മൾ സാധാരണ കാണുന്ന ദൃശ്യമേഖലയിലുള്ള തരംഗദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിന്, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വഭാവം, കാന്തികതയുള്ള സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് കണ്ടെത്തുന്നുണ്ട്. ഹെഡ്സ് ഇതിനെപ്പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സ്വെല്ല് അദ്ദേഹം അതുവരെയുള്ള ആശയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1890കളുടെ അവസാനത്തോടു കൂടി ഏകദേശം നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ
പര്യാപ്തമാണ് ശാസ്ത്രലോകം എന്നുള്ളൊരു ആശയത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുന്ന സമയമാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റ് ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ക്വാണ്ടം മെക്കാനിക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു ചർച്ചയിലും നമ്മൾ പറയുന്നതാണ്. അതിലൊന്ന്, ഇപ്പോൾ കിർച്ചോഫിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കിർച്ചോഫാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. കറുത്ത വസ്തുക്കൾ നമുക്കറിയാം അല്ലെ, ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത വസ്തുക്കളുടെ ഒരു പ്രത്യേകത അത് എല്ലാ തരംഗദൈർഘ്യവും ആഗിരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് കറുത്തായെന്ന്. അതേപോലെ തന്നെ എല്ലാതും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറുത്ത വസ്തു ഏത് വസ്തു കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായാലും, ഒരു ബ്ലാക്ക് ബോഡി എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടാലും അതിൻ്റെ മെറ്റീരിയൽ, അത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വസ്തുവായിട്ട് അല്ല, മറിച്ച് അതിൻ്റെ താപനിലയായിട്ടാണ് അത് പുറത്തേക്ക് വിടുന്ന തരംഗദൈർഘ്യത്തിനുള്ള ബന്ധം എന്നുള്ള കാര്യം കിർച്ചോഫാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ച സമയത്ത് ഇത് വിശദീകരിക്കാനുള്ള ശ്രമം പല രീതിയിലും നടക്കുകയുണ്ടായി, ഇതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ. പക്ഷേ ഇതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഈ സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് അന്നത്തെ കാലത്ത് നമുക്കുണ്ടായിരുന്ന, ഇപ്പം ന്യൂട്ടൻ്റെ നിയമങ്ങളായിരുന്നാലും ഈ മാക്സ്വെൽ കൊണ്ടുവന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് EMR തിയറി എന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തിയറി എന്ന് പറയുന്ന തിയറി ആയാലും ഇതിനൊക്കെ തന്നെ വിശദീകരിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളൊരു പ്രശ്നം അപ്പോഴാണ് ഉണ്ടാവുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. സ്പെക്ട്രം എവിടെ നിന്ന് ഉണ്ടാവുമെന്ന് അറിയില്ല. സ്പെക്ട്രം ഉണ്ടെന്നറിയാം, മൂലകങ്ങൾക്ക് സ്പെക്ട്രം ഉണ്ടെന്നറിയാം. അത് വെച്ചിട്ട് മൂലകങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹീലിയം നമ്മൾ ഭൂമിയിൽ കണ്ടെത്തിയതല്ല, നമ്മൾ നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നാണ്. അതാണ് ഹീലിയോസ് എന്നുള്ള വാക്കിനാണ് ഹീലിയം ഉണ്ടാവുന്നത്. പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് ഭൂമിയിൽ ഹീലിയം ഉണ്ടെന്നുള്ള കാര്യം കണ്ടെത്തപ്പെടുന്നത്. അപ്പോൾ പുതിയ പുതിയ മൂലകങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ആശയമൊക്കെ അങ്ങനെ വന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെക്ട്രം ഉണ്ടാവുന്നത്? ഒരു മൂലകത്തിൽ നിന്ന് എങ്ങനെ സ്പെക്ട്രം ഉണ്ടാവുന്നു? അതിനുള്ള കാരണം ഇന്ററാക്ഷൻസ് കൃത്യമായിട്ട് വിശദീകരിക്കാനുള്ള പറ്റിയില്ല. തിയറികൾ പലതും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തൊരു കാലഘട്ടം. അതെ, അതറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ അത് വിശദീകരിക്കാൻ നിലവിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഈ ഒരു ആശയം ഇപ്പോൾ പാഠ്യപദ്ധതിയിലൊക്കെ ആണെങ്കിൽ ഈ ആശയം കുട്ടികൾക്ക് കിട്ടണം. അതായത് കാര്യകാരണം എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ അതിനർത്ഥം ആളുകൾ ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല എന്നല്ല, ഇതിനൊക്കെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല രീതിയിലും ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറ്റ് ചില സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ നടക്കുന്നത്. ആറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ആറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തിയത് 1890-കളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ റോൺജൻ എക്സ്റേ അദ്ദേഹം കണ്ടെത്തുന്നു. അപ്പോഴും എക്സ്റേ എന്തുകൊണ്ട് ഉണ്ടാവും എന്നുള്ള അറിയില്ല, എക്സ്റേ കണ്ടെത്തുന്നു. റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടെത്തൽ, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിന കണ്ടെത്തുന്നു. അപ്പോൾ ഇതൊക്കെ ആറ്റമായിട്ട് ബന്ധപ്പെട്ടാണ്, ആറ്റത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയത്തിലാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ആറ്റം എന്നുള്ളൊരു ആശയം തന്നെ വലിയ ചർച്ച വിഷയമായിരുന്നു. ആറ്റം എന്നുള്ള ആശയം അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ആ സമയത്ത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ്, അപ്പോൾ ഏകദേശം ആറ്റം എന്നുള്ളൊരു ആശയം ആളുകളൊക്കെ അംഗീകരിച്ച് വന്ന സമയത്താണെങ്കിലും ആറ്റത്തിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആറ്റം മോഡലുകൾ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതാണല്ലോ. ബോറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആറ്റം എന്താണ് എന്നുള്ളൊരു കാര്യത്തിനകത്ത് വരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പലരും പല രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഫിസിക്സിൻ്റെയൊക്കെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് പറയുന്ന ലോർഡ് കെൽവിൻ, വില്യം തോംസൺ പ്രഭു, ലോർഡ് കെൽവിൻ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം വോർട്ടക്സ്, അതായത് ചുഴികൾ, ഫ്ലൂയിഡിനകത്ത് ചുഴി ഉണ്ടാകുന്ന പോലെ, നമ്മുടെ സാധാരണ വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന ചുഴി പോലെ നമ്മുടെ ഈതറിനകത്തൊക്കെ ഉണ്ടാകുന്ന ചുഴി എന്നുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ മാക്സ്വെല്ലൊക്കെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആ ഒരു രീതിയിലുള്ള തിയറികൾ. അതിനുശേഷം അങ്ങനെ ഒട്ടനവധി പേരുകൾ നിങ്ങൾ ചരിത്രം നോക്കിയാൽ ആ കാലഘട്ടങ്ങളിൽ, ഞാൻ മുഴുവൻ പേരുകളൊന്നും പറയുന്നില്ല, ഒട്ടനവധി ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്പെക്ട്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1885 ഹൈഡ്രജൻ ആറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെക്ട്രത്തെ പറ്റിയുള്ള പഠനം. നിങ്ങൾ ഓർക്കണം, അത് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുമ്പാണ്. 1885 ബാമർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, പ്രൊഫഷണലായിട്ടുള്ള സയൻറ്റിസ്റ്റ്, അദ്ദേഹം സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗണിതജ്ഞനാണ്. അദ്ദേഹം ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തെ പറ്റി പഠിക്കുകയും ആ സ്പെക്ട്രത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, വിസിബിൾ ആയിട്ടുള്ളതാണ്, കാണാൻ കഴിയുന്ന ആ സ്പെക്ട്രത്തിനകത്ത് ഉള്ള ഈ സ്പെക്ട്രത്തിൻ്റെ സ്വഭാവം അദ്ദേഹം പഠിച്ചപ്പോൾ ഒരു പാറ്റേൺ, അവ പരസ്പരം ഒരു ബന്ധിതമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് അദ്ദേഹത്തെ മനസ്സിലാവുകയും, ഒരു മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം അതിന് ഒരു ഇക്വേഷനിലൂടെ, അത് ഒരു സമവാക്യത്തിലൂടെ
ഇതിലുള്ള ഈ പാറ്റേണിനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ അത് വെച്ചിട്ട് അദ്ദേഹം ചില പ്രഡിക്ഷൻ, ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയോ ചെയ്തു. ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു ലൈൻ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവചിച്ചു. അത് വളരെ കൃത്യമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ബാമ സീരീസ് പറയുന്നത് ഹൈഡ്രജനകത്ത്. ഈ ഹൈഡ്രജനകത്ത് പിന്നെയും ധാരാളം ഇതേപോലുള്ള സ്പെക്ട്രൽ സീരീസുകൾ പിന്നീട് കണ്ടെത്തപ്പെടുകയുണ്ടായി. പാഷൻ എന്നും ബ്രാക്കറ്റ് എന്നും ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ലൈമൻ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ രീതിയിൽ കണ്ടെത്തുകയുണ്ടായി. പിന്നെ ഇതെല്ലാം കൂടി ജനറലൈസ് ചെയ്തുകൊണ്ട്, ഇതിനകത്തുള്ള ഈ ലൈൻസിനൊക്കെ ജനറലൈസ് ചെയ്തുകൊണ്ട് റിഡ്ബർഗിൻ്റെ ഒരു ഇക്വേഷനൊക്കെ പിന്നീട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള അറിയില്ല. ഇതിനുള്ള കാരണം എന്താണെന്നുള്ളത് വിശദീകരിക്കാൻ ആ കാലഘട്ടത്തിലുള്ള തിയറികളൊന്നും പ്രാപ്തമായിരുന്നില്ല. പിന്നെ മറ്റൊരു കണ്ടെത്തൽ നടത്തിയത് ഈ സമയത്ത് ഈ സ്പെക്ട്രം തന്നെ ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് വിഭജിക്കപ്പെടുന്നുണ്ട്. അത് വളരെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ നേരിയ മറ്റ് സ്പെക്ട്രങ്ങൾ വർണ്ണരാജികളായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് വിശദീകരിക്കാനൊന്നും പറ്റിയില്ല. അത് നമ്മൾ സീമൻ എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ നമ്മുടെ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റാർക്ക് അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചാലും ഇതേപോലുള്ള സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത്. ഇതിനൊന്നും വിശദീകരണങ്ങളില്ല അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ സീമൻ എഫക്റ്റിൽ തന്നെ ഇത് കുറച്ചുകൂടി ഒരു നല്ല സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വ്യവച്ഛേദിച്ചറിയാൻ പറ്റുന്നതിൻ്റെ പവറിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് നമ്മൾ പറയുന്നത്. രണ്ട് പോയിന്റുകൾ വളരെ വ്യക്തം. അപ്പോൾ വളരെ നന്നായിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ നമുക്കെന്താണ് ഈ പറയുന്ന സീമൻ എഫക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും ചെറിയ സ്പെക്ട്രൽ ലൈനായിട്ട് വിഭജിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. വീണ്ടും കുറേ സ്പെക്ട്രൽ ലൈൻസ് ചേർന്നതായിരിക്കും എന്ന് മനസ്സിലാവും. അതിന് നമ്മൾ അനോമലസ് സീമൻ എഫക്റ്റ് എന്നാണ്. സീമൻ എഫക്റ്റിനകത്തും മനസ്സിലാക്കാൻ കഴിയാത്ത, അതിന് പരിധിക്ക് പുറത്ത് നിൽക്കുന്ന മറ്റൊരു പ്രതിഭാസം. അപ്പോൾ ഇതൊന്നും അന്ന് വിശദീകരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ പലപ്പോഴും കുട്ടികളോട് ഈ സ്പെക്ട്രോസ്കോപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോഴേ കുട്ടികൾ വിചാരിക്കുന്നത് പലപ്പോഴും എന്താണ്, ഇത് വലിയ എന്തോ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ്. നമുക്കത് വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പൊക്കെ നിർമ്മിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സുകളിലോ ഒക്കെ നമുക്കത് പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് പറയാൻ കാരണം, ആറ്റത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ സ്പെക്ട്രോസ്കോപ്പുകളെ പറ്റി നിരന്തരമായിട്ട് പറയാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുകളിൽ തന്നെ ഒരു PVC പൈപ്പും ഒരു CD-യോ DVD-യുടെ ഒക്കെ തന്നെ ഒരു പീസും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി നമുക്കിതിന് കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമീപനം കുറച്ചുകൂടി പരീക്ഷണാത്മകതയിലേക്കും നിരീക്ഷണത്തിലേക്കും ഒക്കെ കുറച്ചുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാധ്യത നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ശേഷം ആറ്റത്തിൻ്റെ മോഡലിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഈ പറയുന്ന 1890-കൾ തന്നെയാണ് നടക്കുന്നത്. അത് J.J. തോംസൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മളുടെ നിർവാത കുഴലിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്തുണ്ടാവുന്ന, നമ്മൾ സാധാരണ കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. കാഥോഡ് റേ ട്യൂബ് ഒന്നുമില്ല, നിർവാത ആക്കിയത് ഒരു കുഴലാണ്. ആ കുഴലിലൂടെ നമ്മൾ എന്താണ് വളരെ ഈ എന്താ പറയുക, വായു നിബദ്ധമായിട്ടുള്ള, തീരെ വായു ഇല്ലാത്ത ഒരു കണ്ടീഷനിലൂടെ നമ്മൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ നിരീക്ഷണങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, അതിനകത്ത് ഉണ്ടാവുന്ന കണങ്ങൾ, ആ കണങ്ങൾ, അത് ഇന്ന് നമ്മൾ ഇലക്ട്രോണുകൾ എന്നാണ് വിളിക്കുന്നത്, അന്ന് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ആ കണങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരേ മാസിനെ, ഒരേ പിണ്ഡം തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഈ പരീക്ഷണങ്ങളൊക്കെ ഭാഗമായിട്ട്. ആ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആശയങ്ങളിൽ നിന്നാണ് എല്ലാ വസ്തുക്കളിലും, അല്ലെങ്കിൽ എല്ലാ ആറ്റങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ മൂലകങ്ങളിലും ഇലക്ട്രോണുകളുണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കണമാണ് ഈ കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ആശയം വെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയെങ്കിലും തൊട്ടാൽ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു കല്ലിനൊന്നും തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കാറില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് ഇലക്ട്രിക്കലി നിർവീര്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് ന്യൂട്രലൈസ് ചെയ്യാൻ പോസിറ്റീവ് ചാർജ് വേണം. ഈ ഒരു ആശയത്തിൽ നിന്നാണ് പിന്നീട് J.J. തോംസന്റെ ഈ ഒരു പ്ലം പുഡിംഗ് മോഡൽ വരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ J.J. തോംസൺ പ്ലം പുഡിംഗ് മോഡൽ വെക്കുന്ന സമയത്ത് തന്നെ മറ്റ് ധാരാളം ആളുകൾ ഇതേപോലുള്ള ധാരാളം ആശയങ്ങൾ, മോഡലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ലോർഡ് കെൽവിൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ J.J. തോംസൺ ഈ ആശയം മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ വേറെ പല ആളുകളെയും നിങ്ങൾക്ക് ഇതുപോലെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇപ്പം ലെനാർഡിനൊക്കെ പോലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ
നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കണങ്ങൾ ചേർന്നിട്ടുള്ള ഡൈനാമൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവായിട്ട് ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ ചേർന്നിട്ട് ആറ്റം ഉണ്ടാകുന്നുള്ള ഒരു ആശയം. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ ആറ്റത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റി അതിന് മുമ്പിലുള്ള ഒരു ആശയം പ്രൗട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആറ്റങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോൾ ഹൈഡ്രജനാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ആറ്റെന്നും മറ്റ് ആറ്റങ്ങളൊക്കെ ഹൈഡ്രജൻ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ഘടനയായിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ ആറ്റോമിക് ഭാരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്. പിന്നീട് ബോർ മോഡൽ വരുന്ന സമയത്ത് പോലും ബോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഊന്നൽ അദ്ദേഹം തന്നെ അത് തുറന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പറുകൾ സമ്മതിക്കുന്നുണ്ട്. ആദ്യകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പേപ്പറുകൾ അദ്ദേഹം പുറത്തിറക്കിയ 3 പ്രധാനപ്പെട്ട പേപ്പറുകളുണ്ട്. ആ പേപ്പറുകളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പേപ്പറുകളാണ്, പേപ്പർ ത്രയങ്ങളുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രൗട്ടിൻ്റെ ഒരു ആശയം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നതെന്നുള്ളത്. പക്ഷേ പ്രൗട്ടിനൊരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. പ്രൗട്ട് ആറ്റോമിക് ഭാരമായതുകൊണ്ട് ഇതിൽ ഫ്രാക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ, പോയിന്റ് സംതിങ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 35.5 എന്നിപ്പോൾ ക്ലോറിനൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഒന്നിൽ കൂടുതൽ ആറ്റോമിക ഭാരങ്ങൾ വരാനുള്ളൊരു ചാൻസ് അതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഐസോട്ടോപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് അറിയാം. അന്ന് ഇത് അറിയാത്തതുകൊണ്ട് ഇതൊരു എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഇതൊരു കൺഫ്യൂഷനായിരുന്നു ആറ്റോമിക ഭാരമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് പിന്നീടാണ് കേട്ടോ തിരുത്തപ്പെടുന്നത്. അത് പിന്നീട് 1900-ൻ്റെ ആദ്യഘട്ടത്തിൽ ആണ് ഈ ഒരു ആശയം തിരുത്തപ്പെടുന്നത്. അത് തന്നെ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു ബ്രോക്ക് എന്ന് പറയുന്ന ഒരു വക്കീലാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ആശയം ഒരു പേപ്പറിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഈ ആറ്റത്തിന് പകരം ഈ ആറ്റോമിക് ഭാരത്തിന് പകരം നമുക്ക് ആയുടെ നമ്മളെ ന്യൂക്ലിയസ് ഒക്കെ എപ്പോഴും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ആണെന്ന് അറിയാം. ആ പോസിറ്റീവ് ചാർജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ആറ്റോമിക് നമ്പർ എന്നുള്ള ആശയം വെച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നുള്ള ഒരു കാര്യം. അത് അങ്ങനെ വരുമ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഉള്ളൊരു രസകരമായൊരു കാര്യം, പിന്നീട് നമ്മളുടെ മെൻഡലീഫിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ആവർത്തന പട്ടികയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൻ്റെ സെൻറ്ററിനറി അതിൻ്റെ ഒരു ഇത് ആഘോഷിക്കുന്ന സമയത്ത് ആക്ച്വലി റുദർഫോർഡ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന ആറ്റോമിക് നമ്പർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനകത്തേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും നീൽസ് ബോർ ആണെങ്കിലും നീൽസ് ബോർ അതൊരിക്കലും അദ്ദേഹം സ്വയം ഏറ്റെടുത്തിട്ടില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ ബ്രോയ്ക്കിനാണ് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റും കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ശിഷ്യസ്നേഹം, കാരണം ബോറിൻ്റെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആ ശിഷ്യസ്നേഹം കൊണ്ടും കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിൻ്റെ മാതൃക ഈ പ്രൗട്ടിൻ്റെ ഒരു ആശയത്തിൽ നിന്ന് ഈ ആറ്റോമിക് നമ്പർ എന്നുള്ളൊരു ആശയം പിന്നീട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കാണാം. പക്ഷേ പ്രൗട്ടിങ്ങനെ ഒരു ആശയം ഇത് വെച്ചിരുന്നു, ഈ പറയുന്ന ഹൈഡ്രജൻ്റെ കുറേ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ബാക്കി എല്ലാ ആറ്റങ്ങളും ഉണ്ടാവുന്നത്. അതിനുള്ളിൽ എല്ലാ ആറ്റങ്ങളുടെ ഉള്ളിൽ ഇതുപോലുള്ള ഹൈഡ്രജൻ്റെ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ആശയം അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആറ്റം മോഡൽ ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു റിജിഡായിട്ട് ഒരു ടൈമൊക്കെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പ്രധാന പാരഡൈം ഷിഫ്റ്റുകൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അതിനിടയിൽ നടക്കുന്ന സംഭവിച്ച ചരിത്രപരമായ ആശയങ്ങളൊന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, മാത്രമല്ല അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് പരിമിതി ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പരിമിതി ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ചില എൻഡുകൾ നമുക്ക് ഇട്ടുകൊടുക്കാം. ആ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള കണ്ടെത്തലുകൾ നടന്ന കാര്യത്തെപ്പറ്റി പറയാം, അന്ന് വന്ന വിവിധ ഘടനകളെ പറ്റി പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഊതുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ബോറാണ് ആദ്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം തിയറി നമ്മളുടെ 1900 നമ്മളുടെ പ്ലാങ്ക് വെച്ച ആശയം വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ബോറാണെന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ ധാരണ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നിക്കോൾസൻ്റെ ഒരു ആറ്റം മോഡലുണ്ട്. നിക്കോൾസൻ്റെ ആറ്റം മോഡൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്, മാക്സ്വെല്ലിൻ്റെ ഇതിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്ടോണിക് മെക്കാനിക്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് ഊന്നിയതെങ്കിലും അദ്ദേഹം ഈ പ്ലാങ്ക് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആശയം അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഐൻസ്റ്റീനും ഇതേപോലെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആറ്റത്തിനകത്തുള്ള ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ഇതായിരിക്കും എന്നുള്ളൊരു കാര്യം, ആംഗുലർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള
കോണ്ടൈസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം, കൺസേർവ്ഡ് എന്നല്ല, കോണ്ടയായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. യെസ് ആ ആശയത്തിലേക്ക് അദ്ദേഹം വന്നിരുന്നു. അത് കോണ്ടൈസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതല്ല, കോണ്ടൈസ്ഡ് ആണെന്നുള്ള ആശയം. അത് ആദ്യമായിട്ട്, അതായത് ക്വാണ്ടം തിയറി അദ്ദേഹം അപ്ലൈ ചെയ്യാൻ ഇതിനകത്തേക്ക് പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ അദ്ദേഹം ഭാഗ്യമായിട്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ജെ തോംസന്റെ ഒരു 2010 ജെ തോംസന്റെ ഈ അദ്ദേഹം വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിയറിയാണ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. പിന്നീടൊക്കെ തന്നെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോഴേക്കും പ്രധാനമായിട്ടും നമുക്ക് നമ്മളുടെ ഗീഗറും അതുപോലെ തന്നെ മാർസ്ഡനും കൂടി ചേർന്നിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ്, നമ്മളുടെ ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് വന്നു. അതിൽ നിന്നാണ് പിന്നീട് നമുക്ക് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ള ഒരു ആശയത്തിലേക്കൊക്കെ നമ്മൾ വരുന്നത്. അതൊക്കെ പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഈ സൗരയൂഥ മോഡൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, സോളാർ സിസ്റ്റം മോഡൽ എന്നാണ് നമ്മൾ ഈ ഒരു റുദർഫോർഡ് വെച്ചിരിക്കുന്ന ഈ ഒരു ആശയത്തെ നമ്മൾ വിളിക്കുന്നെങ്കിലും ഇതിനു മുമ്പ് സോളാർ സിസ്റ്റം മോഡലുകൾ ഉണ്ടായിട്ടുണ്ട് 1900 മുമ്പിൽ തന്നെ. കാരണം അത് ഈ പറഞ്ഞ പരീക്ഷണ നിരീക്ഷണങ്ങൾ വന്നായിരുന്നില്ല കേട്ടോ. ആ ഒരു ആശയം വന്നത് മാക്രോ കോസം അതേപോലെ ആയിരിക്കും മൈക്രോ കോസം എന്നുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഐഡിയ. ലോകത്ത് നമ്മൾ സ്ഥൂലമായ പ്രപഞ്ചം സൂക്ഷ്മമായ പ്രപഞ്ചവും ഏകദേശം സാമ്യം കാണിക്കും എന്നുള്ള ഒരാശയം. അത് ഈ പറഞ്ഞ പോലുള്ള വെറൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്താധാരയാണ്. അതിൽ ശാസ്ത്രീയതയൊന്നുമില്ല. ഈ ചിന്താധാരയുടെ പിൻപറ്റിക്കൊണ്ട് ഈ പറഞ്ഞ സൗരയൂഥം പോലുള്ള ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആവാം ഈ പറയുന്ന പോലെ ഒരു ആറ്റവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ചരിത്രവും നിങ്ങൾക്ക് ഈ ഹിസ്റ്ററിയിൽ കാണാം. ഞാൻ ആളുകളുടെ പേരൊന്നും കൃത്യമായിട്ട് വർഷങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. അത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം ലെനാർഡൊക്കെ ആ രീതിയിൽ ചിന്തിച്ചിരുന്ന ആളാണ്. അങ്ങനെയും ഒരു ഭാഗത്തൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ധാരയും നടക്കുന്നുണ്ട്. പിന്നീട് ഈ റുദർഫോർഡിൻ്റെ ഈ ഒരു ആറ്റം മോഡൽ വന്നു. അപ്പോഴുള്ള പ്രശ്നം ഈ പറയുന്ന ഇലക്ട്രോഡൈനാമിക്സ് ഉണ്ടല്ലോ, അതിനു മുമ്പുണ്ടായിരുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് നിന്ന് ആളുകൾക്ക് വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റുന്നുണ്ട്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പലതും വിശദീകരിക്കാൻ ഇപ്പം ന്യൂട്ടൻ്റെ തിയറി ആയിരുന്നാലും മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസ് ആയിരുന്നാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഈവൻ പ്ലാങ്കിൽ നിങ്ങൾക്കറിയാം, പ്ലാങ്ക് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ക്വാണ്ടം തിയറിയുടെ ആദ്യത്തെ ആശയം ഡിസ്കണ്ടിന്യൂസ്ലി ഊർജം സ്വീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വികിരണങ്ങൾ പുറപ്പെടുവിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരു ഒഴുക്കായിട്ടല്ല, തുടർച്ചയായിട്ടല്ല, അത് ഈ പറയുന്ന പോലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, തുടർച്ചയല്ലാതെയാണ്. അതിന് നമ്മളൊരു പാക്കറ്റ് എന്നൊക്കെ വിളിക്കാനുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അദ്ദേഹം അതുവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു ആശയം മുന്നോട്ട് വെച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിന് പോലും ഈ കാര്യത്തിനകത്ത് അത്ര വലിയ തിട്ടം ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അപ്പോഴും ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെയാണ് ഒരു ഊന്നിയത്. ഐൻസ്റ്റീൻ ആ കാര്യത്തിനകത്ത് വലിയ ധൈര്യം കാണിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലൊക്കെ അത് അദ്ദേഹം ഉപയോഗിക്കുകയും പിന്നീടുള്ള പല സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം ഈ കാര്യം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബോറ് ഒരു ഐഡിയ തൊട്ട് പിന്നാലെ വരുന്നു. കാരണം ഇലക്ട്രോണുകൾ ഗ്രഹങ്ങളെപ്പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രശ്നം വരും. ചലിക്കുന്ന ഒരു ചാർജുള്ള കണമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഊർജം ഉപയോഗിക്കേണ്ടി വരും, ഊർജ്ജ പ്രസരണം ഉണ്ടാവേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ആ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ട് മെല്ലെ അത് ഈ പറയുന്ന പോസിറ്റീവ് ചാർജായ ന്യൂക്ലിയസിനടുത്തേക്ക് വന്നിട്ട് അവസാനം അത് ന്യൂക്ലിയസിൽ വന്ന് പതിച്ച് അത് ആറ്റം തന്നെ ഇല്ലാതാണ്. അത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ഇതൊക്കെ സംഭവിക്കണം. പ്രപഞ്ചം നിലനിൽക്കില്ല പിന്നീട്. ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് റുദർഫോർഡിനെ അല്ലെങ്കിൽ ആ സമയത്തുള്ള എല്ലാവരും അലട്ടുന്നുണ്ടായിരുന്നു. ഇത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ സംഭവിച്ചേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ളൊരു രീതിയിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്ന പരിഹാരത്തിനാണ് ആ ഇടെ ഇറങ്ങിയിട്ടുള്ള ആശയം ബോർ സ്വീകരിക്കുന്നത്. കാര്യം എന്താണ്, ഈ പ്രശ്നം പരിഹരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ ഈ സ്പൈറലായിട്ടാണ് മെല്ലെ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ മെല്ലെ അടുത്ത് വരാൻ ഇലക്ട്രോണ് പറ്റില്ല. ഇലക്ട്രോണുകൾക്ക് വളരെ കൃത്യമായ ഈ പറയുന്ന ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായ സഞ്ചാരപഥങ്ങളിലൂടെ മാത്രമേ പോകാൻ പറ്റൂ എന്ന് ഈ ക്വാണ്ടം തിയറി സ്വീകരിച്ചാൽ പറ്റൂ എന്നുള്ള കാര്യം ബോറിന് മനസ്സിലായി. അപ്പോൾ ബോർ എന്ത് ചോദിച്ചാൽ ആ ക്വാണ്ടം തിയറി എടുത്തുകൊണ്ട് ഇതിലേക്ക് പ്രയോഗിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ നിക്കോൾസൻ്റെ ഒക്കെ ഇത് അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്. അതിനുള്ള മോഡൽ അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്, മോഡലുകളെല്ലാം അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ പറയുക, ബോർ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പഠന മേഖല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠനം ആറ്റോമിക് മാതൃകയായിട്ട് ബന്ധപ്പെട്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഠന മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോഹങ്ങളിലെ
ചാലകതയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലോഹങ്ങളുടെ ചാലകതയായിട്ട് ബന്ധപ്പെട്ട പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ആദ്യം എത്തുന്നത് ജെ തോംസന്റെ അടുത്താണ് ശിഷ്യത്വം സ്വീകരിക്കാനാണ്. പക്ഷേ ജെ തോംസണ് ഇദ്ദേഹം വെച്ചിരുന്ന പല ആശയങ്ങളും അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നതല്ല. പല സ്ഥലങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം റുദർഫോർഡിൻ്റെ അടുത്തേക്ക്, പിന്നീട് ഈ ജെ തോംസൺ എടുത്തുനിന്നാണ് പിന്നീട് റുദർഫോർഡിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം പോകുന്നത്. ആ സമയത്ത് അദ്ദേഹം ഇത് ഉപേക്ഷിച്ചിട്ടില്ല, ഈ ഒരു ആശയം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന റുദർഫോർഡിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ആണ് അവിടെ നടക്കുന്ന പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഈ മേഖലയിലാണ്. കാരണം അപ്പോഴേക്കും റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വന്നു. ഈ പറയുന്ന ഗീഗറിൻ്റെ ഈ പറയുന്ന മാർസിൻ്റെ ഒക്കെ തന്നെ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയതിന് ശേഷം ഈ ആറ്റത്തിൻ്റെ നടുവിൽ ഇതുപോലുള്ള വളരെ ഭാരമേറിയൊരു ഭാഗം ഉണ്ടെന്നുള്ള കാര്യം ഒക്കെ മനസ്സിലായി. ഈ ഭാരത്തിന് ആദ്യം ഈ പോസിറ്റീവ് ചാർജിന് വലിയ പ്രാധാന്യമൊന്നും ആരും കൽപ്പിച്ചിരുന്നില്ല. പോസിറ്റീവ് ഇലക്ട്രോണിനെ പോലെ തന്നെ ഭാരമുള്ള ഒരു സാധനം അതിലുണ്ടാവുന്നേ വിചാരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ജെ തോംസന്റെ മോഡലോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ആയിരക്കണക്കിന് ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ്, 1000 പരം ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ജെ തോംസന്റെ അനുമാനം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ ഒന്നാണ് നമുക്കറിയാലോ. അപ്പോൾ ഈ നീൽസ് ബോർ ഈ ഒരു ആശയം ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച സമയത്താണ് നമുക്ക് കുറേ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ആറ്റങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ സഞ്ചാരപാതകൾ, അതിന് ഓർബിറ്റുകൾ നമ്മളെന്ന് വിളിക്കുന്നു, ആ പാതയിലൂടെയാണ് സഞ്ചരിക്കാൻ സാധിക്കുക. ഈ ഒരു പാതയിൽ നിന്ന് മറ്റൊരു പാതയിലേക്ക് ചാടുന്ന സമയത്ത് ഒന്നുകിൽ ഊർജ്ജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഊർജ്ജം പുറത്തു വിടുകയോ ചെയ്യും. ഈ ഒരു ആശയം കൃത്യമായിട്ട് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്ത സമയത്താണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സ്പൈറലായിട്ട് ഇങ്ങനെ കറങ്ങി, അല്ലേ, ഒരു വർത്തുളാകൃതിയിൽ കറങ്ങി എവിടെ വീഴേണ്ട ആവശ്യമില്ല, ന്യൂക്ലിയസിൽ വീഴേണ്ട ആവശ്യമില്ല, നിയതമായ സ്ഥാനത്ത് നിന്ന് സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും, ഇലക്ട്രോണുകൾക്ക് പറ്റൂ എന്നുള്ളൊരു കാര്യം. ഊർജ്ജം കിട്ടിയാൽ ചാടുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് ഒരു ഊർജ്ജം സ്വീകരിച്ചാൽ കറക്റ്റായിട്ടുള്ള അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചാടാൻ പറ്റും. ഇടയിലൊന്നും സ്ഥലങ്ങളില്ല, നമ്മളൊരു പടിക്കെട്ടിലൂടെ കയറി പോകുന്ന പോലെയാണ്. അതിനു മുമ്പുണ്ടായിരുന്നൊരു ആശയം നമുക്ക് ഏകദേശം കറക്റ്റ് ഇതായിട്ട് എടുക്കരുത്, നമുക്കൊരു ഒരു ഉപമ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്, നമ്മളൊരു ചരിവായിട്ടുള്ള ഒരു സ്ഥലത്തൂടെ മെല്ലെ കയറി ഒരു വീടിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നതും പടിയിലൂടെ ഒരു വീടിന് മുകളിലേക്ക് കയറി പോകുന്നതും പോലെയാണ്. ചരിവായിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. മറ്റേ സ്ഥലത്താണെങ്കിൽ നമുക്ക് കൃത്യമായ പടികളുടെ സാധ്യതകൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു ആശയം വെച്ചിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പോഴും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സീമൻ എഫക്റ്റ് അവിടെ കിടപ്പുണ്ട്. സീമൻ എഫക്റ്റിനെ ഇതിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളതിന് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയാം. കുറച്ചുകൂടി റിസോൾവിംഗ് പവർ ശക്തിയേറിയിട്ടുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ആ സ്ട്രക്ചർ വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യനായിട്ട് വരുന്ന സോമർഫീൽഡ് രംഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബോറിൻ്റെ ആറ്റം മാതൃകയിൽ നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ള ആശയമാണ്. അപ്പോൾ സോമർഫീൽഡ് ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തി. 2 കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലും കൂടി നടക്കുന്നുണ്ടല്ലോ. അതെന്താണ്? അത് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ, ഈ ഫൈൻ സ്ട്രക്ചറിന് ഒരു കാരണം ഇലക്ട്രോണുകൾക്ക് ഉണ്ടാവുന്ന അതായത് വൃത്താകൃതിയിലാണെങ്കിൽ എപ്പോഴും എന്താണ്, ആ ഇലക്ട്രോണ് കൃത്യമായൊരു ദൂരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ന്യൂക്ലിയസിൽ നിന്ന്. എന്നാൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണെങ്കിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ളൊരു പാതയിലാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം സൂര്യന് ചുറ്റും ഭൂമി സഞ്ചരിക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ളൊരു പാതയിലാണ്. അപ്പോൾ ഭൂമി സൂര്യനെ ഏറ്റവും അടുത്ത് വരുന്നൊരു സമയം ഉണ്ടാവും, അകന്നു പോകുന്നൊരു സമയം ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ന്യൂക്ലിയസിന് അടുത്തേക്ക് ഇലക്ട്രോൺ വരുന്നൊരു സമയവും ന്യൂക്ലിയസിന് അകത്തിലേക്ക് പോകുന്നൊരു സമയവും സ്വാഭാവികമായിട്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവും. അതായത് ഊർജ്ജത്തിൽ വ്യത്യാസം വരും ആ സമയങ്ങളിൽ. അത് ഇലക്ട്രോണിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. സഞ്ചരിക്കുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ ഭൂമിയുടെ സ്പീഡിൽ വ്യത്യാസം വരുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇതേപോലെ ഇലക്ട്രോണുകളുടെ സ്പീഡിലും വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, വേഗതയിലുള്ള വ്യത്യാസം എന്നുള്ള അർത്ഥത്തിൽ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് നമ്മളുടെ ആപേക്ഷികമായിട്ട് വരുന്ന വേഗതയുള്ള വ്യത്യാസം കൊണ്ട് മാസിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് സ്പെക്ട്രയെ വിശദീകരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് ഇതുപോലെ വൃത്താകൃതി മാത്രമല്ല ദീർഘവൃത്താകൃതിയുള്ള പാതയിലെയും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുക എന്നുള്ളൊരു ആശയം സോമർഫീൽഡ് കൊണ്ടുവരികയാണ്. സോമർഫീൽഡിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില രസകരമായ കാര്യം കൊണ്ട് നമ്മൾ അതിനിടയിൽ പറയണമല്ലോ. സോമർഫീൽഡ് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷേ സോമർഫീൽഡിൻ്റെ ശിഷ്യന്മാരുണ്ട്, അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അതിൽ പല ആളുകൾക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗളി, അതുപോലെ തന്നെ ഹൈസൻബർഗ്, ഡിബേ,
അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറയാറുള്ളത് ചരിത്രത്തിലെ ഏറ്റവും മഹാനായ അധ്യാപകൻ എന്നാണ് നമ്മൾ പലപ്പോഴും ഈ സോമർഫീൽഡിനെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ സോമർഫീൽഡ് ഈ ആശയം വെച്ചതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്ത് നമുക്ക് വൃത്താകൃതിയിൽ മാത്രമല്ല ദീർഘവൃത്താകൃതിയിലുള്ള പാതകൾ കൂടി ഉണ്ടെന്നും അതിന് ആനുപാതികമായിട്ട് സ്പെക്ട്രൽ ലൈനുകൾ ഉണ്ടാവും എന്നുള്ള ആശയം വന്നു. അപ്പോൾ ഇതിൽ കുട്ടികളെന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെ, കുട്ടികളിലേക്ക് നമ്മൾ ഈ ആശയം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇതൊന്ന് തിരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. എങ്ങനെ? ഇപ്പോൾ നമ്മൾ ഷെല്ലുകൾ സബ് ഷെല്ലുകൾ എന്നൊക്കെ നേരിട്ട് പഠിപ്പിക്കുകയാണല്ലോ. ഷെല്ലുകൾ ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മളൊന്നും പറയുന്നില്ല, ആ തെളിവൊന്നും പറയുന്നില്ല, പരീക്ഷണങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ സബ് ഷെൽ ഉണ്ടെന്ന് പറയുന്നു, ഉപഷെൽ ഉണ്ടെന്ന് പറയുന്നു, അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല. ഇത് ആക്ച്വലി എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ നോക്കും കാണുന്ന സ്പെക്ട്രം. അപ്പോൾ സാധാരണ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ കാണുന്ന ഒരു സാധാരണ സ്പെക്ട്രോസ്കോപ്പിൽ കാണുന്ന സ്പെക്ട്രം അതിന് എന്താണ് തത്തുല്യമായിട്ടുള്ള വൃത്താകൃതിയുള്ള പാത, ഷെല്ലുകൾ നമ്മൾ വിളിക്കുന്നത്, അതാണ് വൃത്താകൃതിയുള്ള പാത. അത് കൊണ്ടുണ്ടാവുന്ന സ്പെക്ട്രമാണെന്ത്? ഈ ഷെല്ലുകൾ കൊണ്ടുണ്ടാകുന്ന സ്പെക്ട്രമാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ആദ്യം നമ്മൾ കാണുന്ന ആ സ്പെക്ട്രവും അതിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറിനാണ് നമ്മൾ ക്വാണ്ടം നമ്പർ എന്ന് വിളിച്ചിട്ട്, അല്ലേ? ആ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, കൃത്യമായ പാതയുള്ളൂ. അതിനെ സൂചിപ്പിക്കുന്ന ആ പാതയെ സൂചിപ്പിക്കുന്ന നമ്പറിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, പ്രാഥമികമായ ക്വാണ്ടം നമ്പർ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു. അതിപ്പോൾ ഇക്വേഷനിലൊക്കെ തന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഊർജ്ജവും അതിൻ്റെ സ്ഥാനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അത് ബോർ മാതൃകയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ബോർ പ്രധാനമായിട്ടും വൃത്താകൃതിയിലാണ് ഇത് സഞ്ചരിക്കുന്നുള്ള ആശയത്തിനകത്ത് ആ സ്പെക്ട്രം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പെക്ട്രത്തെ വിശദീകരിക്കാൻ പറ്റും ആ വൃത്താകൃതിയിലുള്ള ഷെല്ലുകൾ എന്നുള്ള ആശയം വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും കുട്ടികളോട് നേരിട്ട് ക്വാണ്ടം നമ്പർ എന്ന് പറയല്ല വേണ്ടത്. സ്പെക്ട്രത്തെ ആദ്യം അവരോട് പറഞ്ഞിട്ട് ഇതാണ് ആറ്റത്ത് നോക്കുമ്പോൾ കാണുന്ന സാധാരണ സ്പെക്ട്രോസ്കോപ്പിൽ കാണുന്ന ആ സ്പെക്ട്രൽ ലൈൻസിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെൽ എന്നുള്ള ഒരു ആശയം. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന വൃത്താകൃതിയുള്ള പാതയാണ് എന്നുള്ള കാര്യം. അവിടുന്ന് ഒരു പാത മറ്റൊന്നിലേക്ക് ചാടാം, അതിന് ഊർജ്ജം സ്വീകരിക്കാം. പുറത്തുനിന്ന് ഉള്ളിലേക്ക് ചാടിയാൽ ഊർജ്ജം പുറത്തു വിടുകയും ചെയ്യും. ഈ ഒരു ആശയം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വാണ്ടം നമ്പറുകളുണ്ടല്ലോ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പൊ ഇവയിലെല്ലാം നമ്മൾ നമ്മൾ വിശദീകരിക്കുന്നത് ആംഗുലാർ മൊമെന്റവും മറ്റൊന്നില് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ആണ്. അപ്പൊ അതും വീണ്ടും സ്പെക്ട്രത്തിലൂടെ തന്നെ നമുക്ക് അവയിലേക്ക് എത്തിച്ചേരാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അത് സ്പെക്ട്രമാണ് ഇതിനകത്ത് ബേസ്. ഇതാണ് ഞാൻ സ്പെക്ട്രത്തിന്റെ ചരിത്രം തന്നെ. ആറ്റം സ്പെക്ട്രം വെച്ചുകൊണ്ട് പഠിക്കുന്നു. അതിനെ വിശദീകരിക്കാനുള്ള പലപ്പോഴും ഗണിതീയമായ ക്രിയകളൊക്കെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് ഈ ക്വാണ്ടം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഇപ്പോൾ n എന്നുള്ള നമ്പർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, പ്രാഥമികമായ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ആ സ്പെക്ട്രത്തെ വിശദീകരിക്കാനുള്ളതാണ്. അത് ബോർ കൃത്യമായിട്ട് വിശദീകരിക്കും. പണ്ട് അത് പറ്റിയിരുന്നില്ല. ഇപ്പോൾ ബാർബർ സീരീസ് ഒക്കെ തന്നെ വിശദീകരിക്കുന്നത് അത് വെച്ചിട്ടാണ്. ബാർബർ സീരീസിലുള്ള ആ ഓരോ സ്പെക്ട്രൽ ലൈൻസിൻ്റെ പൊസിഷൻസ് ഒക്കെ വിശദീകരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. അതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള സ്പെക്ട്രം നമ്മൾ കാണുന്നുണ്ട്. സ്പെക്ട്രത്തെ നമ്മൾ നോക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഫ്രാനോഫർ കണ്ടിരുന്ന സ്പെക്ട്രം, ആ ഫ്രാനോഫർ സൂര്യനിൽ കണ്ടിരുന്ന സ്പെക്ട്രം എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അത് മനസ്സിലായി. സൂര്യനിൽ എന്താണ് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് പല മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങൾ ഊർജ്ജം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് ഈ ഇലക്ട്രോണുകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടും, ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് മാറും. ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ ഉത്തേജിതമായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഊർജ്ജം കൂടുമ്പോൾ നമുക്കറിയാം, പ്രപഞ്ച നിയമമാണ്, ഊർജ്ജം കൂടിയാൽ അതിന് സ്റ്റെബിലിറ്റി, സ്ഥിരത കുറയുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ആറ്റം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെയൊക്കെ തന്നെ ഉള്ള ആ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണുള്ളത്. ആ ഊർജ്ജത്തിലുള്ള ആ ലൈറ്റ് അവിടെ നിന്ന് ഇല്ലാതാവും, അല്ലെങ്കിൽ ആ ഒരു വർണ്ണരാജി അപ്രത്യക്ഷമാവും. അതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്, ആഗിരണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഈ സ്ഥിരത കുറവായതുകൊണ്ട് ഈ ആറ്റങ്ങൾ ഈ ഊർജ്ജം എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. അതായത് ഇലക്ട്രോണുകൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ചാടും. അങ്ങനെ ചാടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പെക്ട്രം, അപ്പോൾ അത് എന്തായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ്, ലൈറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. നമ്മൾ എന്താണ് വികിരണം ചെയ്യുന്ന, പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കുന്ന അതാണ്. അതൊക്കെ പക്ഷേ ഈ ബോർ മോഡൽ വന്നപ്പോഴാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ബാൽമർ സീരീസ് എങ്ങനെ വന്നു, ബാൽമർ സീരീസ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റിയിട്ടുള്ളത് ബോറിൻ്റെ ഈ ഒരു ആറ്റത്തിൻ്റെ മോഡൽ വരുമ്പോഴാണ്. നമുക്ക് മുകളിലോട്ട് വരുന്ന ഹൈഡ്രജൻ പോലുള്ള ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റങ്ങൾ എങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്നുള്ളൂ. അതിന് മുകളിലോട്ടുള്ളതിന് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ബോർ മോഡലിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്പെക്ട്രം വിശദീകരിക്കാൻ. നമ്മൾ പറഞ്ഞു നിർത്തിയ ഈ അസിമുത്തൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറുകൾ ഈ സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ട് അത് വരുന്നത് സോമർഫീൽഡിൽ നിന്നാണ്. ആ ഒരു കോൺട്രിബ്യൂഷൻ സോമർഫീൽഡാണ് ചെയ്യുന്നത്. സോമർഫീൽഡ്
ഈ പറയുന്നത് പോലെ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയുള്ള പാതയും സാധ്യമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, നമുക്ക് ഒരേ സ്പെക്ട്രം തന്നെ അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ തന്നെ ഉപഷെല്ലുകൾ ഉണ്ടാവും എന്നുള്ളൊരു ആശയം കൂടി വന്നു. ഒന്നിൽ കൂടുതൽ സാധ്യതകൾ വന്നു എന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്പെക്ട്രൽ, അതായത് ഒരു സ്പെക്ട്രം വീണ്ടും ചെറിയ സ്പെക്ട്രങ്ങളായി വിഭജിക്കപ്പെടുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഈ പറയുന്ന എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഈ ദീർഘവൃത്താകൃതിയിലുള്ള ഈ പാതയിലൂടെ ഇലക്ട്രോൺ സഞ്ചരിക്കാനുള്ള ആശയം കൊണ്ട് സാധിച്ചു. അപ്പം അങ്ങനെയാണ് അടുത്തത് വരുന്നത് ഉപഷെല്ലുകൾ, സബ് ഷെൽ എന്നുള്ള ആശയം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് സ്പെക്ട്രത്തിൽ നിന്നാണ് ആശയം. ആ സ്പെക്ട്രം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ വിഭജനം ഉണ്ടല്ലോ, നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്, അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്നാമത് വരുന്ന അടുത്ത ഒരു ക്വാണ്ടം നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇതിൻ്റെ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള എഫക്റ്റും, കാരണം ഇലക്ട്രോണുകളെല്ലാം മാഗ്നറ്റിക് സ്വഭാവമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഊർജ്ജ വ്യത്യാസം, അത് ഇന്ന് നമുക്കറിയാം എന്താണ്, നമ്മളുടെ സ്പേസിൽ വിവിധ രീതിയിലേക്ക് അത് ഓറിയൻറ്റ് ചെയ്യും, പല ഡയറക്ഷനിലേക്ക്, പല ദിശകളിലേക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ചെറിയ ഊർജ്ജ വ്യത്യാസം കൊണ്ട് പല ദിശകളിലേക്ക് അതിൻ്റെ എന്താണ് സാധ്യതകൾ, ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മാറുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ വിവിധ സ്പെക്ട്രായിട്ട് അത് മാറുന്നത് നമുക്ക് ഇന്നറിയാം. അപ്പോൾ ആംഗുലർ മൊമെന്റത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സബ് ഉപഷെല്ലുകളുടെ ഷേപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അതെ 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 മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കാണിക്കുന്ന ഓറിയന്റേഷൻ, ദിശയിൽ വ്യത്യാസം കാണിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നുള്ള ആശയത്തിലേക്ക് വന്നത്. ആംഗുലർ മൊമെന്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷേപ്പ്, അതെ ഷേപ്പ്, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ വിവിധ രീതിയിലുള്ള ഷേപ്പുകളെ പറ്റിയുള്ള ആശയങ്ങൾ വന്നു. അപ്പോൾ SPDF എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഷെല്ലുകൾ ഇപ്പം പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള, ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും കേട്ടോ, അന്ന് ഉള്ള കോൺസെപ്റ്റ് അല്ല, ഇത് നമുക്ക് ഇലക്ട്രോണുകൾ പ്രോബബിലിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. അതനുസരിച്ചിട്ട് ഒരു ഗോളാകൃതിയിലേക്കാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഒരു പോയിന്റിന്റെ ന്യൂക്ലിയസിന് ചുറ്റുള്ള ഒരു പോയിന്റിന്റെ ചുറ്റും ഒരേപോലെ സാധ്യത ഉള്ള ഒരു ഷേപ്പാണ് ഇലക്ട്രോണുകൾ സാധ്യതയുള്ള പ്രദേശമെങ്കിൽ അതിന് S എന്ന് നമ്മൾ പറയും. സ്പെറിക്കൽ, സിമെട്രിക്കൽ ആയിട്ടുള്ളതായിരിക്കും. ഡംബൽ ഷേപ്പ് ഡംബലിന്റെ എല്ലാഹത്തും ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഡംബൽ ആകൃതിയിലുള്ള പ്രദേശങ്ങളൊക്കെ 3D നമുക്ക് ത്രിമാനായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ P എന്ന് വിളിക്കുന്നു, പ്രിൻസ് അല്ലേ. പിന്നീട് പിന്നെ നമുക്ക് ഡിഫ്യൂസ് എന്നുള്ള രീതിയിൽ D വരുന്നു, അങ്ങനെ F എന്നുള്ള, അങ്ങനെ ഫണ്ടമെന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് അങ്ങനെ കൊടുത്തു പോരുന്നു. SPDF, GH അങ്ങനെയൊക്കെ പോവാം. അത് വേണമെങ്കിൽ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും. അല്ലാണ്ട് SPDF മാത്രമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ നമുക്ക് അത്ര ആറ്റങ്ങളുള്ളൂ, എലിമെന്റ്സ് ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഭാവിയിൽ നമുക്ക് Gയും H ഒക്കെ സാധ്യമാണ് ഇലക്ട്രോണുകൾ കൂടുന്നതിനനുസരിച്ചിട്ട്. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു, SPDF മാത്രമായിട്ട് അവിടെ നിന്ന് പോയെന്നുള്ളത്. SPDF, GH എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും ഇടാം. പക്ഷെ അതിന് മാത്രം ആറ്റങ്ങൾ, എലിമെന്റ്സ് ഇല്ല, മൂലകങ്ങൾ നമുക്കിന്നില്ല. അതുകൊണ്ടാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ജിയിലേക്ക് ഇനിയിപ്പം വരാണ്ട്, ജി ഇപ്പം നമുക്കിനിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ജിയിലേക്ക് വരാൻ, അതെ 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 ജിയിലേക്ക് വരാം പുതിയതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് 118 മൂലകങ്ങളല്ലേ മാത്രമേ ഉള്ളൂ.